സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, മറ്റുള്ള രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ഒരു സംഘടന നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ വ്യാജമായ പല കേശങ്ങളെയും ആദരിക്കേണ്ട ഗതികേട് ആ പ്രദേശങ്ങളിലെ ആളുകൾക്കുണ്ടായിപ്പോയി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗതികേടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരള സംസ്ഥാനത്ത് അതിന്റെ എല്ലാവിധ ഐശ്വര്യത്തോടുകൂടിയും നിലനിൽക്കുന്നു, ഇസ്സത്തോടുകൂടിയും അതിന്റെ വളരെ അടിസ്ഥാനപരമായി അതിന്റെ വിശ്വാസാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അപ്പോ സത്യത്തിൽ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ ഏറ്റവും ഭാഗ്യം സിദ്ധിക്കപ്പെട്ട ആളുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. കാരണം ഇന്ന് ഇത്ര സുശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അവരുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വാസ കാര്യങ്ങളിലും വളരെ സുസൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആചാരങ്ങൾക്ക് എതിരായി വരുന്ന കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ സൂചിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെ മറ്റൊരു സംഘടന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നത് തന്നെയാണ്. മറ്റുള്ള പ്രദേശങ്ങളിൽ ഏതെങ്കിലും ആളുകൾ ഇതുപോലെയുള്ള കേശങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് ആ പ്രദേശത്തെ ആളുകൾ അവരുടെ ഗതികേടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള സംഘടനകൾ അവിടെയും രൂപീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വ്യാജ നിർമ്മിതമായ കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രവാചക നിന്ദകളിൽ നിന്നും ആ സമൂഹവും രക്ഷപ്പെടണം, അതിന് സമസ്തയെ മാതൃകയാക്കണം എന്നുകൂടി അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഹുദവി ഉസ്താദ് മൈക്കെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. ഉദവിസ്താദ് മൈക്കെന്ന് ചോദിക്കുന്നുണ്ട്. മൈക്കെടുത്തോളി ഉദവിസ്താദ്, നിങ്ങൾ ശ്രദ്ധിച്ചിക്കണാട്ടെ, ഇഷ്ടാവോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. ഞാനിപ്പോ ഹുദവി തന്നെയാണ്, റവിക്കുട്ടി ഹുദവി മുണ്ടപ്പറമ്പാണ്, ഹനൂൻ അസൂഹി എന്ന ഐഡിയയിൽ ഇപ്പോ ഉള്ളത്. ഞാൻ ഇടയ്ക്ക് വെച്ച് മൈക്ക് എടുക്കേണ്ടി വന്നതിൽ ബഹുമാനപ്പെട്ട എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരോട് വളരെ സ്നേഹാദര പുരസ്സരം എല്ലാ ബഹുമാനങ്ങളോടെയും ക്ഷമാപണം നടത്തുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം. ഞാൻ ഇപ്പോ ക്ലാസ്സിലേക്ക് കയറി വന്നതേ ഉള്ളൂ. അപ്പോ ഈ വിഷയം ചർച്ച ചെയ്ത് കേട്ടപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, കൂടുതലില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. അതായത് എന്റെ ഒരു സുഹൃത്ത് നേരത്തെ ഞങ്ങൾ ഉച്ചക്ക് PM അടിച്ച് മെസ്സേജുകൾ കൈമാറിയപ്പോ പറഞ്ഞു, ഇന്നലെ രാത്രി പുലരി എന്നോ മറ്റോ ഏതോ ഒരു പേരിൽ ഒരു ID വന്നിരുന്നു, എന്നിട്ട് എന്നെപ്പറ്റി എന്തോ ഒരു കള്ളത്തരം പറഞ്ഞു. അബുദാബിയിലെ ഹസ്റജിയുടെ വ്യാജമുടി എക്സിബിഷനിൽ ഞാൻ പങ്കെടുക്കുകയും അവിടെ സനത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഒരു ആരോപണം. ഞാൻ ക്ലാസ്സിലില്ല, ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, മറ്റൊരു വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഈ വിരുദ്ധന്റെ അസാന്നിധ്യം അത് ആഘോഷിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തി മുതലെടുത്ത് ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു. അതിന്റെ ഒരു ക്ലിയറൻസ് തരികയാണ്. സത്യമായി ഞാനതിൽ പങ്കെടുത്തു എന്നുള്ളത് നേരാണ്. ഞാൻ ആ പങ്കെടുത്തതാണ് സത്യത്തിൽ വലിയൊരു വഴിത്തിരിവായത് എന്ന് ഞാൻ ഒരു അവകാശവാദം ഉന്നയിക്കുക, അല്ലെങ്കിൽ സത്യത്തിൽ നേരാണ്. 2009 സെപ്റ്റംബർ 9 എങ്ങാണ്ട് ആ വർഷത്തെ റമദാൻ മാസത്തിൽ 23 രാവിലെ അബുദാബിയിലെ അൽബത്തീരിൽ ഇവരുടെ കൂടാരത്തിൽ വെച്ച് നടന്ന ഈ ഒരു വ്യാജമുടി പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതോടുകൂടിയാണ് അത് ലോകമറിയുന്നത് എന്ന വസ്തുത. പിന്നീടാണ് അത് വലിയ വിവാദങ്ങളായത്. ഞാനത് ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും മറ്റു ശ്രദ്ധയിൽപ്പെടുത്തി, അതുപോലെ എന്റെ സുഹൃത്തുക്കളുമായൊക്കെ പങ്കുവെച്ചു. അതിന്റെ അനുഭവങ്ങൾ പിന്നീട് ഇത് വലിയ വിവാദ കോലാഹലങ്ങൾ ഉയരുകയും ഇന്നിപ്പോ അതിന്റെ യഥാർത്ഥ തനി നിറം കേരളീയ മുസ്ലിം സമൂഹം, ലോക സമൂഹം വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തു എന്നതാ വസ്തുത. അപ്പോ ആ മുടി പ്രദർശനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നേരാണ്. മാത്രമല്ല ആ വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി പങ്കെടുത്തതാ. അതൊരു വ്യാജമുടിയാണെന്ന് മുമ്പ് ആരും അറിഞ്ഞിട്ടില്ല, അവിടെ കൂടിയവരൊന്നും അറിഞ്ഞിട്ടില്ല അന്ന്. അങ്ങനെ വളരെ ആത്മാർത്ഥമായി റസൂലുള്ളാഹിന്റെ മുടി ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോ തീർച്ചയായും നമ്മൾ ഒരു മുൻവിധി വെച്ചല്ല, സത്യത്തിൽ നമ്മളത് പോയി എന്നതാണ് ഇവർ വലിയൊരു കുറ്റമായി പറയാറ്. സത്യത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ അതിലൊരു മുൻവിധി വെച്ചിട്ടുള്ള എതിർപ്പല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ലോകത്ത് എവിടെയൊക്കെ ഉണ്ട് എന്നതും അതിൽപ്പെട്ടതാണോ ഇത് എന്ന് നമുക്കന്ന് അറിയുന്നില്ല. ഈ വ്യാജ സനതുണ്ടാക്കിയിട്ട് ഇവർ കള്ളത്തരം ബിസിനസ് നടത്തുകയാണെന്ന വിവരം നമ്മളന്ന് അറിഞ്ഞിട്ടില്ല. പോയി എന്നത് നേരാണ്. പോയി എന്ന് മാത്രമല്ല, പരിപാടിയിൽ ആദ്യം പങ്കെടുത്തു. ആദ്യാന്തം എന്ന് പറഞ്ഞാൽ കുറെ അവസരങ്ങളോളം പങ്കെടുത്തു. മാത്രമല്ല, സത്യമായിട്ടും പറയാം, അതിനകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിനൊന്നും നമുക്ക് യാതൊരു വിമർശനവുമില്ല, അതിലൊന്നും നമുക്ക് യാതൊരു എതിർക്കാനൊന്നുമില്ല. മദ്ഹ് കീർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ, പ്രത്യേകിച്ച് അറബി പണ്ഡിതന്മാരൊക്കെ കൂടിയിരിക്കുന്ന ഇടങ്ങളിൽ. എനിക്കൊരു ചെറിയൊരു താല്പര്യമുണ്ടായി. ആ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ട് തബറുക്കിനു വേണ്ടി ഒരല്പം അറബി ഭാഷയിൽ, അറബികൾ തന്നെയാണ് ആ സദസ്സിന്റെ നല്ലൊരു ഭാഗം, സിംഹഭാഗവും അറബികളാണ്.
അവിടെ ഒരു അല്പനേരം അറബിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അൽഹംദുലില്ലാഹ് എനിക്കതിന് സമ്മതം കിട്ടി. ഞാൻ ആ പ്രഭാഷണം നടത്തി ഒരു 7 മിനിറ്റ് 10 മിനിറ്റിൽ കൂടാതെയും 5 മിനിറ്റിൽ കുറയാതെയുമായി ഒരു പ്രഭാഷണം അവിടെ നടത്തി. അതൊക്കെ ശരിയാ. മാത്രമല്ല ഞാൻ കെഞ്ചി എന്നാണ് വലിയ എല്ലാ പ്രഭാഷകരും വിവിധ വിഭാഗത്തിന്റെ ചോട്ട മോട്ട നേതാക്കന്മാരടക്കമുള്ളവർ എല്ലാവരും പറയും ഉദവി കെഞ്ചിയില്ല എന്ന്. സത്യത്തിൽ ഉണ്ടായത് എന്താ, ഞാൻ ആ മുടി അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇവിടുന്ന് പോകുമ്പോഴേ എന്റെ മനസ്സിലുണ്ട് ആ മുടിയിൽ നിന്നൊരു അംശം കിട്ടിയെങ്കിൽ വലിയ ഭാഗ്യവുമായിരുന്നു. ഞാൻ എത്തിയ പാടത് കിട്ടുമോ എന്ന് വഴി നോക്കി, എനിക്ക് കിട്ടിയതുമില്ല. എന്നാൽ പിന്നീടാണ് അതിന്റെ നിജസ്ഥിതികളൊക്കെ ബോധ്യപ്പെടുന്നത്. മുടിയുടെ നീളവും അതുപോലെ അതിന്റെ വലിപ്പവും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് പിന്നെ മുടി കാണണമെന്ന് കിട്ടണമെന്ന് ആഗ്രഹം ഇല്ലാതെ ആയിപ്പോയി. ഇവിടുന്ന് പോകുന്ന അവസരത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നതാ, ചെന്നപാട് അത് കിട്ടാനുള്ള വഴി നോക്കിയതാ, പക്ഷെ അത് കിട്ടിയില്ല, സത്യം. പക്ഷെ ഞാനിപ്പോ ആലോചിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഗുരുത്വം കൊണ്ട് അതല്ലെങ്കിൽ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അത് കിട്ടാതെ പോയത്. അല്ലെങ്കിൽ ആ വ്യാജം കയ്യിൽപ്പെട്ടിരുന്നെങ്കിൽ നമ്മളാകെ നശിച്ചു പോകുമായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തു എന്നതാണ് ആ സത്യത്തിൽ അതിന്റെ വസ്തുത. അതാ കാര്യം. പിന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേദിയിൽ അവസരം കിട്ടിയപ്പോഴൊക്കെ ഞാനത് പറഞ്ഞതാണ്. CD-കളിലൊക്കെ ലഭ്യമാണ്. ഇതിന്റെ വിശദീകരണ പ്രഭാഷണങ്ങളൊക്കെ കേരളത്തിൽ പലയിടങ്ങളിലും നടന്നപ്പോ എന്റെ ഈ സൈഡ് ഞാനത് വിശദീകരിച്ച് പറഞ്ഞതാ. പിന്നെ പറഞ്ഞത് 400 തവണ ഇപ്പൊ കണ്ടില്ല. അമീദ് ഫൈസി അമ്പലക്കടവ് പിന്നെ അതിന് പറഞ്ഞില്ല, അംഗീകരിച്ചില്ല എന്ന എത്ര വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ചർവണം നടന്ന ആ വിഷയം തന്നെ പിന്നെയും നാഴികക്ക് 400 തവണ ആവർത്തിച്ച് ഗീബൽസിയൻ ആണല്ലോ, ഗീബൽസിയൻ തന്ത്രമാണല്ലോ, അല്ലെങ്കിൽ ആ കുതന്ത്രവും ആ എന്താ പറയാ വില കുറഞ്ഞ ആ ഒരു സിദ്ധാന്തവുമാണല്ലോ ഇവരുടേത്. നുണ തന്നെ പലവരും ആവർത്തിച്ച സത്യമായി മാറിയേക്കുമെന്ന ആ ഒരു കാര്യം ഇവിടെ കേരളത്തിൽ നടപ്പില്ല എന്ന വസ്തുതയാണ്. പിന്നെ ഏറ്റവും വൈകി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുക. ഇപ്പൊ ഇന്ന് എനിക്ക് ഇമെയിലിൽ കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഇന്ന് ആ വിവരം കിട്ടിയപ്പോഴേ ഇതിനകത്ത് ക്ലാസ് റൂമിൽ അത് പങ്കുവെച്ചിരുന്നു. പക്ഷെ എത്ര കണ്ടത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇപ്പൊ വൈകിട്ട് വന്നവരൊന്നും പലരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് നൗഷാദ് സാഹിബ് താഴക്കോട് സുന്നീസം ഐഡിയിലുള്ള നൗഷാദ് സാഹിബ് താഴക്കോടിനെ പോലെയുള്ളവരുടെ ശ്രദ്ധയിൽ അത് ഉണ്ടാവണം. ഞാൻ അദ്ദേഹത്തിന്റെ ഐഡിയിലേക്കും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അറിഞ്ഞോ എന്നറിഞ്ഞില്ല. അതായത് നിങ്ങൾ ചിലര് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് അത് ഇഗ്നോർ ചെയ്യാം. അല്ലാത്തവരോട് ആ വിവരം നേരത്തെ കിട്ടാത്തവരോടാ ഞാൻ ഈ പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞതെന്നറിയോ, പിന്നെ ഇപ്പോ ഏറ്റവും പുതിയത് ഇവിടെ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ന്യൂസ് ലെറ്ററിൽ ഇവരുടെ ഏതോ ഒരു ഗുളിയണ്ടർ ഒരു വാർത്ത കൊടുത്തു. അതിന്റെ വിവരങ്ങൾ നിങ്ങൾ കണ്ടോ? എന്താണെന്നറിയോ അവരുടെ അവകാശവാദം? റമളാനിൽ ഇപ്പൊ ഇക്കഴിഞ്ഞ വിശുദ്ധ റമളാനില് സലാത്ത് നഗറിൽ മലപ്പുറത്തെ മാദിൻ നഗറോ സലാത്ത് നഗറോ അവിടെ നടക്കുന്ന ആ ആൾക്കൂട്ടത്തെ പറ്റി അവർ വിശേഷിപ്പിച്ചത് 6 ലക്ഷം അക്സറുമിൻ സിത്തുമിയ തൽഫി എന്നാണ്. ഞാനിപ്പോ ഇതിന്റെ മലയാളേ പറയുന്നുള്ളൂ. അതിന്റെ അറബി ഒറിജിൻ എന്റെ കൈവശമുണ്ട്. ഇതേ ക്ലാസ് റൂമിൽ തന്നെ ഞാൻ ജസ്റ്റ് അടിച്ചിട്ട് ഫോർവേഡ് ചെയ്യുക. എന്റെ മെയിലൊക്കെ അത് ഇരിപ്പുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ അക്സറുമിൻ സിത്തുമിയ അൽഫ് 6 ലക്ഷത്തിലധികം ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ജുമാ നിസ്കാരത്തിനും അതുപോലെ രാത്രിയിലെ പരിപാടിക്കുമൊക്കെ 6 ലക്ഷം ആളുകൾ അവിടെ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ വിശദീകരണം ഉണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞു പോവല്ല. സിത്തുമിയത്ത് അൽഫെന്ന അക്ഷരത്തിൽ തന്നെ എഴുതി കാണിക്കുക 6 ലക്ഷത്തിലധികം ആളുകൾ അവിടെ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല നമുക്ക് അത്ഭുതം തോന്നുന്നു. 6 ലക്ഷത്തിലധികം ആളുകൾ മലപ്പുറത്ത് സലാത്ത് നഗറിലോ അവർ വിശദീകരിക്കുക. മക്കയിലെയും മദീനയിലെയും ലോക മുസ്ലിം സംഗമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ 3ാമത്തെ മുസ്ലിം സംഗമം, 3ാമത്തെ വലിയ ലോകത്തിലെ മക്കത്തും മദീനത്തും കൂടുന്ന മുസ്ലിമീങ്ങൾ എണ്ണം കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സംഗമം മലപ്പുറത്ത് സലാത്ത് നഗർ നടക്കുന്നത് ഇക്കഴിഞ്ഞ റമളാൻ മാസത്തിൽ അവർ പറഞ്ഞു. റമളാൻ മാസത്തിൽ എല്ലാ നന്മകളും എല്ലാ ഹസനാത്തുകൾക്കും ഒക്കെ കൂരിട്ടുന്ന കാര്യം ചെയ്യാം. അത് 70 ഇരട്ടി 70,000 ഇരട്ടി ഒക്കെ ആയിട്ട് വർദ്ധിക്കപ്പെടുന്നു. നമ്മൾ അസുറുകളിലെ കിതാബുകളിലെ പ്രമാണങ്ങളിൽ കണ്ടതാ. ഇവര് നുണ പറഞ്ഞിട്ട് അത് വർദ്ധിപ്പിക്കുകയാണ്. നുണ പറഞ്ഞിട്ട് അത് 70,000 ഇരട്ടി അതിന്റെ ഇത് വാങ്ങാൻ നിൽക്കുകയാണ് ഇവര്. നോക്കണം നിങ്ങൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശരിക്കും. ഇത് അറബിയിൽ ഇവിടെ UAE ദുബായില് ഒക്കെ ഇവിടെയുള്ള പത്രമാധ്യമങ്ങളെ അതല്ലെങ്കിൽ ഇത് ഔദ്യോഗിക കോൺസുലേറ്റിന്റെയോ മറ്റോ ഔദ്യോഗിക ന്യൂസ് ലെറ്ററുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഏതോ റിപ്പോർട്ടർ അവരുടെ മൊത്തം സ്വഭാവത അപ്പൊ പറയൂ അത് തങ്ങളറിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ ഗുണമ്പാറ തങ്ങളല്ലല്ലോ കൊടുത്ത് പത്രം. ഇതൊക്കെ കൊടുക്കുന്നതാരാ? ഇവരാളുകളാണ്. ഞാൻ പറഞ്ഞ അടിമുടി നേതാക്കൾക്ക് പറ്റിയ അനുയായികൾക്ക് പറ്റിയ നേതാക്കൾ. ഇതാണ് ഇവരുടെ അവസ്ഥ. ചേരേണ്ടത് ചേരും എന്നാണല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചേരേണ്ടത് ചേരും. അബുദാബിയിലെ മുടി വ്യാജനാണെന്നൊരു തെളിവ് കാന്തപുരത്തിന്റെ കയ്യിൽ കിട്ടിയതന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ്. ചേരേണ്ടത് തന്നെ ചേരുക എന്ന് പറഞ്ഞ പോലെ നേതാക്കന്മാർക്ക് പറ്റിയ അത്രയും എന്താ ഇത് പറയാം. നമുക്ക് അവരോടൊക്കെ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് മാത്രം. വിശുദ്ധ റമളാനിൽ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പരിപാടി അവർ സംഘടിപ്പിക്കുന്നത്. സലാത്ത് നഗർ 25 രാവിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ അവർ ജനങ്ങളെ മുഴുവൻ പള്ളിയിൽ എത്തിക്കാഫിരിക്കേണ്ട ജനങ്ങളെ മുഴുവനും അടിച്ചാട്ടി ആളൂട്ട കണ്ടത്തില് ഒഴിഞ്ഞ പാടത്ത് വയലേലകളിൽ ഒരുമിച്ച് ചേർത്തിട്ട് എന്നിട്ടാകട്ടെ നാം എല്ലാം സഹിക്കുക. എന്നിട്ട് പറയുന്നത് അതിനെപ്പറ്റി പച്ചനുണകൾ. 6 ലക്ഷത്തിലധികം ആളുകൾ അവിടെ പങ്കെടുക്കുന്നു. ലോകത്തെ 3ാമത്തെ മുസ്ലിം, 3ാമത്തെ ഏറ്റവും വലിയ. അതിന്റെ കണക്കിവിടെ ഇപ്പൊ പച്ച ലെറ്റർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായിട്ടുള്ള അതിന്റെ എല്ലാം കൃത്യമായിട്ട് കണക്കെടുത്തിട്ടുണ്ട്. ഒരു തമാശ രൂപേണയാണെങ്കിൽ സരസമായിട്ട് എനിക്ക് ഞാൻ കണ്ടു നേരത്തെ.
നോക്കണം നിങ്ങൾ, റമദാനിലെ 6 ലക്ഷം. ഇത് ഈ പറയുന്ന ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ വളവട്ടൂരുകാരനൊക്കെ അതിൽ എത്രത്തോളം അതിൽ സമ്മതിക്കുന്നു എന്ന് ഞാൻ ഒന്നറിയാൻ താല്പര്യമുണ്ട്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ നുണയാണ്. നിങ്ങൾ ആളുകൾ എഴുതിയതാണ്, നിങ്ങൾ റിപ്പോർട്ടർമാർ കൊടുത്ത്, നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളുടെ അവകാശവാദം. 6 ലക്ഷം അതിനെ പറ്റി നിങ്ങൾ പറയും. അപ്പൊ നുണ പറയാൻ നിങ്ങൾക്കൊരു വിഷയമല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒന്നുകൂടി അവർക്ക് മഹാനായ KB മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് നബറല്ലാഹു ബറകത മഹാനവറുകൾ ഒരിക്കൽ മുതലക്കുളത്ത് നടന്ന ഒരു വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിവാദ കാലത്ത് അഥവാ പിളർപ്പിന്റെ കാലഘട്ടത്തിലൊക്കെ അവിടെ നടന്ന ഒരു ഗംഭീരമായ സമ്മേളനത്തിൽ മഹാനായ KB ഉസ്താദിന്റെ ആ പ്രഭാഷണം ഇന്നലെ കഴിഞ്ഞ പോലെ ആ ഇടിമുഴക്കം പോലെയുള്ള ആ ഗാംഭീര്യമാർന്ന ആ പാണ്ഡിത്യത്തിന്റെ ശബ്ദം ഇന്നലെ കഴിഞ്ഞെന്ന പോലെ എന്റെ ചെവിയിൽ ഇപ്പോഴും മലതല്ലാറുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിന്റെ ആ ശൈലിയിൽ ഉഗ്രമായ വളരെ ഗംഭീരമായ ശൈലിയിൽ പറഞ്ഞു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ സുറയ്യ നക്ഷത്രത്തിന്റെ ആട്ടുകട്ടിലിൽ നിങ്ങൾ കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരുന്നാലും ഞങ്ങൾക്കതിൽ പ്രതിഷേധിക്കാം, ഞങ്ങൾക്കതിൽ എന്തെങ്കിലും വെറുപ്പോ അമർഷോ അസൂയോ ഇല്ല. പക്ഷെ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇവിടെ അനങ്ങിയാ പറയും അസൂജയാണ്. സത്യത്തിൽ ഒരു അസൂയയില്ല നമുക്ക്. KB ഉസ്താദിന്റെ ഭാഷയിൽ കടമെടുത്താൽ അവർ പറയുന്നത് സുറയ്യ നക്ഷത്രത്തിന്റെ ആട്ടുകട്ടിൽ കിടന്ന് നിങ്ങൾ ആടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അത്രയും വളർന്നോളൂ നിങ്ങൾ. സുറയ്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് ഔന്നിത്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് അറബിയിലെ കവികളൊക്കെ തന്നെ വാഴ്ത്തുക. അപ്പൊ സുറയ്യ നക്ഷത്രത്തിന്റെ മുകളിൽ നിങ്ങൾ ഉയർന്നാലും ഞങ്ങൾക്കതിലല്ല. പക്ഷെ ഒരൊറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ, നുണ പറച്ചിൽ നിർത്തണം. നിങ്ങൾ പണ്ഡിതന്റെ വേഷം ധരിച്ച് അല്ലെങ്കിൽ പണ്ഡിത സംഘടനയിൽ അംഗമായൊക്കെ നടക്കുന്ന ആയിരുന്ന ആളാണല്ലോ. അതുകൊണ്ട് നുണ പറച്ചിൽ നിർത്തണം. അതുമാത്രം അന്ന് KB ഉസ്താദ് പറഞ്ഞു കൊടുത്ത് ഇപ്പോഴും അയാൾ വളർന്നിട്ടില്ല, നന്നായിട്ടില്ല. അതന്നെ ഇപ്പോഴും പറയാം, നുണ പറച്ചിൽ നിർത്തണം. അനുയായികളോടും നേതാക്കന്മാരോടും ആ വിഭാഗത്തിന്റെ ചോട്ടാ ബട ചോട്ടാ മോട്ട ദുബില പത്തില നേതാക്കന്മാരോട് മുഴുവനും ഞങ്ങൾക്ക് പറയാനുള്ളത് നുണ പറച്ചിൽ നിർത്തണം. 6 ലക്ഷത്തിലധികം ആളുകൾ കൂടുക, അത് ഒരു പ്രയോഗം മാത്രമല്ല, അതിനെപ്പറ്റി അത് ഞാൻ വിശദീകരിക്കുക. മക്കയിലെയും മദീനയിലെയും സംഗമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയത്. നേരത്തെ പറഞ്ഞ പോലെ സുന്നി ID കാണിച്ചതുപോലെ 0 കൂടിയത് പോയതാണ്, പ്രിന്റർ അടുത്ത് കൂടിപ്പോയതാണ്, അല്ലെങ്കിൽ DTPയിൽ ടൈപ്പിസ്റ്റിന്റെ അടുത്ത് കൂടിപ്പോയതാണെന്നൊക്കെ വിശദീകരണം ഉണ്ടാകും. പക്ഷെ ന്യായമല്ല, നിലനിൽപ്പില്ല. പണ്ട് അമീൻ മുസാഹിദിനെ പറ്റി പറഞ്ഞ പോലെ ഇത് അക്സറും സിത്തിയുമേ തെൽഫെന്ന് 6 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തൃപ്തിയാകുന്നില്ല. പിന്നെ അക്സർ എന്ന് കൂട്ടിയിട്ട് അതിലപ്പുറം എത്രയും ഉൾക്കൊള്ളാനുള്ള ഒരു റൂം അതിനകത്ത് ഉണ്ടാക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു അവസരം അതിനകത്ത് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞ് നുണകൾക്ക് മേൽ നുണകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്തൊക്കെ വൃത്തികേടാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ ആരോ എഴുതി കാണിച്ചതുപോലെ തന്നെ ആ വിവാദ എക്സിബിഷൻ, മുടി എക്സിബിഷൻ നേരിൽ പോയി എന്റെ മൊബൈലിൽ നേരിട്ട് പകർത്താനൊരു അവസരം ഉണ്ടായി. ഇവര് നേരില്ല മറ്റൊന്നൊക്കെ പറയുന്നില്ല. എന്റെ മൊബൈലിൽ ഇപ്പോഴും എന്റെ മൊബൈൽ ഫോണിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 1 ഡസൻ ചിത്രങ്ങളുണ്ട്, 12 ചിത്രങ്ങൾ. അതിൽ വ്യക്തമായി ആ ഫോട്ടോയിൽ കാണാലോ, ചെറിയ മൊബൈൽ ഫോണിൽ എടുത്ത ചിത്രത്തിൽ വ്യക്തമായി കാണാം. ആ നിഴല് വ്യക്തമായി തന്റെ നെഞ്ചിന്റെ ഭാഗത്തിന് നേരെ ഉയർത്തിപ്പിടിക്കുന്ന ഹസ്രജി ആ മുടി ഉയർത്തിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കന്തൂറയിൽ വീണ് കിടക്കുന്ന M ആകൃതിയിൽ, ഇംഗ്ലീഷിൽ M എന്ന് എഴുതിയാലുള്ള ആകൃതി പോലെ മുടി ഒരുപാട് നീണ്ട മുടിയാണല്ലോ. ആ മുടി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിന്റെ ഒരു ഏതാണ്ട് ഒരു M-ന്റെ ആകൃതി പോലെ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ കന്തൂറയിൽ ആ ഈ മുടിയുടെ നിഴല് വീണ് കിടക്കുന്നത് ഇങ്ങനെ കാണാം. അത്രയും വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം എന്നിട്ട് ഇതൊക്കെ നിഷേധിക്കല്ലേ പറഞ്ഞിട്ട് അവരോട് വർത്താനം പറയും. നമ്മുടെ വർത്താനം വെറുതെ നമ്മുടെ വിലപ്പെട്ട ശ്വാസങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തലാവുന്ന മാത്രമേ എനിക്ക് ആശങ്കയുള്ളൂ. അപ്പൊ ഇവര് പച്ചക്കള്ളം തന്നെ പറയുന്ന ആൾക്കാരെ കേട്ടുകൊണ്ടിരിക്കുന്ന വല്ല ഷാഫിമാർ ഓടുകാരുണ്ടെങ്കിൽ അവർ നിഷ്പക്ഷ ബുദ്ധിയോടെ, അവർക്ക് പ്രഷർ ഉണ്ടാവുന്നത് കേൾക്കുമ്പോൾ സാരല്ല, പ്രഷറൊക്കെ താഴ്ന്ന് ഡൗൺ ആകുമ്പോൾ നിങ്ങൾ എന്താ പറയാ ഒരു എന്റെ ഒരു നോർമൽസിയിലേക്ക് വരുമ്പോൾ മനസ്സൊക്കെ നോർമൽ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇങ്ങനെ നുണ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂടണോ? അള്ളാഹു തആല ഹക്ക് പറയാനും ഹക്കിനെ ഹക്കായി കാണിക്കാനും ബാത്തിലിനെ ഒരിഞ്ഞ് ജനസമൂഹം കാണിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഹക്കിന്റെ ഒക്കെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നു. അതേ പരിശ്രമിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയങ്കരനായ നൗഷാദ് താഴക്കോട് സാഹിബിനെ പോലെയുള്ളവർ, അതുപോലെ ഒട്ടനേകം പേര് എന്റെ മുന്നിലുണ്ട്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു തആല ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ, ഹിദായത്ത് പ്രബോധനം ചെയ്യാൻ, അതുപോലെ ബുത്തുലാനിന്റെ ആളുകളെ തൊലിയുരിഞ്ഞ് കാണിക്കാനുള്ള ഹിമ്മത്തും ഖുവ്വത്തും ഇസ്സത്തും ശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുക. ഇതൊക്കെ പരമാവധി പ്രചരിപ്പിക്കണം നിങ്ങൾ. ഇവരുടെ നുണ പ്രചരിപ്പിച്ചാൽ നമുക്ക് കൂലി കിട്ടിയിട്ടല്ല. ഇവരുടെ നുണ അത് പ്രചരിപ്പിച്ചാൽ സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതുപോലെ ഇവർക്ക് എന്തിനും നുണ പറയാൻ മടിയില്ലാത്ത ഈ വിഭാഗം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഈ പരിപാടി നുണ പറഞ്ഞാണ് തുടക്കത്തിൽ തന്നെ തുടങ്ങിയ മൂപ്പര് പറഞ്ഞു. ഇതിനു മുമ്പും ഇതുപോലെ 5 ലക്ഷം എന്ന് കൂട്ട് അത്രയൊക്കെ 0 കൂടിയതാണ് എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് നാട്ടികോസ്താദ് ചോദിച്ചു, മക്കളെ അക്കത്തിലെഴുതുമ്പോഴല്ലേ 0 കൂടൂ, അക്ഷരത്തിലെഴുതുമ്പോൾ എങ്ങനെ 0 കൂടുക എന്നവരോട് ചോദിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനത്തിന്റെ പിന്നെ ഇത് പറഞ്ഞ മാതിരി 6 ലക്ഷം എന്നൊരു ആ അറബി